നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പ്രധാനപ്പെട്ട 3 വിഷയങ്ങൾ സ്പോട്ട് ലൈവിൽ ഇന്ന് നമ്മൾ അടുത്ത 1 മണിക്കൂർ ചർച്ചയാക്കുന്നുണ്ട്. അതിൽ ആദ്യത്തേത് കൊച്ചിയിൽ നിന്നാണ്. കൊച്ചിയിൽ ഇന്നലെ പനമ്പള്ളി നഗറിൽ ഒരു സംഭവം നടന്നു. നൈറ്റ് കഫേ അടിച്ചു തകർത്തു. അതിൽ പ്രതിയായത് ഒരു യുവതിയാണ്. ജീവനക്കാരെയും ആക്രമിച്ചു. സംഭവത്തിൽ യുവതിയും സംഘവും അറസ്റ്റിലായി. പനമ്പള്ളി നഗർ ഷോപ്പിംഗ് കോംപ്ലക്സിലെ സാപ്പിയൻസ് കഫറ്റീരിയയിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് ആക്രമണമുണ്ടായത്. മദ്യലഹരിയിൽ യുവതിയും മുൻ സുഹൃത്തുമായി ഉണ്ടായ വാക്കുതർക്കമാണ് പിന്നീട് ആക്രമണത്തിൽ കലാശിച്ചതെന്ന് പോലീസ് പറഞ്ഞു. ചങ്ങനാശ്ശേരി സ്വദേശികളായ ലീന, ആദർശ് ദേവസ്യ, ഇടുക്കി കട്ടപ്പന സ്വദേശി ജെനിറ്റ്, വയനാട് കൽപ്പറ്റ സ്വദേശി മുഹമ്മദ് സിനാൻ എന്നിവരാണ് സൗത്ത് പോലീസിന്റെ പിടിയിലായത്. മറ്റ് പ്രതികൾക്കായി അന്വേഷണം തുടരുകയാണ്. നവമി ദിനേശ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. നവമി, ഈ കൊച്ചിയിൽ ഈ ഹോട്ടലുകളിലുള്ള ആക്രമണമൊക്കെ ഒരു തുടർക്കഥയാവുകയാണ്. കഴിഞ്ഞ കുറേ മാസങ്ങളിലായി നമ്മൾ നിരവധി റിപ്പോർട്ടുകൾ ഇത്തരത്തിൽ ചർച്ച ചെയ്തിരുന്നു. പോലീസിന്റെ ജാഗ്രത ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ നൈറ്റ് പെട്രോളിങ്ങും മറ്റും കൂട്ടി എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ കൊടുത്തിരുന്നതാണ്. ഇപ്പോൾ ഈ യുവതി അടങ്ങുന്ന സംഘത്തിന്റെ പ്രവൃത്തി ഏത് രീതിയിലായിരുന്നു? ഇങ്ങനെയൊരു നൈറ്റ് കഫേ അടിച്ചു തകർക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത് ഏത് ഘട്ടത്തിലാണ്? രഞ്ജിത്ത്, പലപ്പോഴും കൊച്ചിയിലെ രാത്രിയിൽ ഇത്തരത്തിൽ ബാറുകളിൽ അല്ലെങ്കിൽ കഫേകളിൽ ഇത്തരത്തിലുള്ളൊരു സംഘർഷം, അടിപിടി, പിന്നീട് അത് പരസ്പരം കുത്തുക അല്ലെങ്കിൽ മരണത്തിലേക്കൊക്കെ കലാശിക്കുന്നതിന് പിന്നിൽ എപ്പോഴും ലഹരിയോ അല്ലെങ്കിൽ പണമിടപാടോ സംബന്ധിച്ചുള്ള തർക്കങ്ങളായിരിക്കും. ഇതും അത് തന്നെയാണ്. ഈ ലഹരിയാണ് ഇവിടെ ഏറ്റവും പ്രധാന വില്ലനായി എത്തിയതും. ഈ കോട്ടയം ചങ്ങനാശ്ശേരി സ്വദേശി ലീനയും 2 സുഹൃത്തുക്കളുമൊപ്പം ഇന്നലെ രാത്രിയാണ് സാപ്പിയൻസ് എന്ന കഫേയിൽ, പനമ്പള്ളിയിലെ പ്രവർത്തിക്കുന്ന സാപ്പിയൻസ് എന്ന കഫേയിൽ എത്തിയത്. ആ സമയത്താണ് ലീനയുടെ ഒരു സുഹൃത്ത്, പഴയ സുഹൃത്ത്, അതായത് പോലീസ് പറയുന്നത് ലീനയ്ക്ക് വിവാഹ വാഗ്ദാനം നൽകി കടന്നു കളഞ്ഞ ഒരു സുഹൃത്തായിരുന്നു അത്. അയാൾ ആ കഫേയിൽ ഉണ്ട് എന്ന് ലീന മനസ്സിലാക്കി. ഈ സമയം ഈ സുഹൃത്തുക്കളോടൊപ്പം ലീന ചെന്ന് അയാളുമായി, ഈ സുഹൃത്ത് എന്ന് പറയുന്ന വ്യക്തിയുമായി തർക്കമുണ്ടായി, സംസാരമുണ്ടായി. ഇത് പിന്നീട് വലിയ വാക്ക് തർക്കത്തിലേക്ക് പോയിരുന്നു. ലീനയും സുഹൃത്തുക്കളും മദ്യലഹരിയിലായിരുന്നു. ഒപ്പം ഈ വന്ന സുഹൃത്തും മദ്യലഹരിയിലായിരുന്നുവെന്നും പോലീസ് പറയുന്നു. ഈ തർക്കം രൂക്ഷമായ സാഹചര്യത്തിൽ ഈ കഫേയിലുള്ള ആളുകൾ ഇടപെട്ടു, ജീവനക്കാർ ഇടപെട്ടു. അതിനുശേഷം ഈ മുൻ സുഹൃത്ത് ലീനയുടെ കാറിന്റെ ചില്ല് തല്ലി തകർക്കുകയും ചെയ്തിരുന്നു. ഒരു പോളോ കാറിലായിരുന്നു ലീനയും സുഹൃത്തുക്കളും എത്തിയത്. ആ കാറിന്റെ ചില്ല് തല്ലി തകർക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ പ്രകോപനത്തിൽ ലീന ആ കാർ എടുത്ത് തിരിച്ചുപോയി. അതിനുശേഷം കൂടുതൽ സുഹൃത്തുക്കളെ, അതായത് 7ഓളം സുഹൃത്തുക്കളെയും കൂട്ടി വീണ്ടും ആ കഫേയിലേക്ക് വരികയും ചെയ്തു. ലീന വിചാരിച്ചിരുന്നത് ആ കഫേ തന്റെ സുഹൃത്തിൻ്റെതാണ്, അതായത് തന്നെ വിവാഹ വാഗ്ദാനം നൽകി പറ്റിച്ച സുഹൃത്തിന്റെ കഫേ ആണെന്ന് തെറ്റിദ്ധരിച്ചാണ് ലീന ഈ സുഹൃത്തുക്കളെ കൂട്ടി വന്ന് ആ കഫേയിൽ വലിയ രീതിയിലുള്ളൊരു നാശനഷ്ടം ഉണ്ടാക്കുകയും ജീവനക്കാരെ അടക്കം മർദ്ദിക്കുകയും ചെയ്തത്. ഒപ്പം ആ ഷോപ്പിന്റെ, ആ കഫേയുടെ ഓണറിനെയും അയാളുടെ പാർട്ട്ണറിനെയും ഒപ്പം 2 സുഹൃത്തുക്കളെയും ജീവനക്കാരെയുമാണ് ലീന മർദ്ദിച്ചത്. ലീനയും ഈ 7 പേരും, ഈ സംഘങ്ങളും ചേർന്ന് മർദ്ദിക്കുകയും ചെയ്തത്. അപ്പോൾ ഈ ലീനയുടെ ഈ പഴയ സുഹൃത്തും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ തമ്മിൽ ഒരു തർക്കവും വലിയ രീതിയിലുള്ള ഒരു സംഘർഷവും നമ്മളിപ്പോൾ മനസ്സിലാക്കുന്ന 7ഓളം പേർ ഈ വിഷയത്തിൽ പ്രതികളാണ് എന്നുള്ളതാണ്. ഇവരെല്ലാവരും മദ്യലഹരിയിലായിരുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ലഹരി ഉപയോഗിച്ചിരിക്കുകയായിരുന്നു എന്നാണോ പോലീസ് പറയുന്നത്? ഇത് അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു സംഭവമായിരുന്നു, അല്ല നേരത്തെ കരുതിക്കൂട്ടി ഇത്തരമൊരു ആക്രമണം ഉണ്ടാക്കണം എന്നുള്ള നിഗമനത്തിലെത്തിയവരായിരുന്നില്ല. ഇത് അപ്രതീക്ഷിതമായി അവിടെ സുഹൃത്തിനെ കാണുകയും തുടർന്ന് ഈ മുൻ സുഹൃത്തിന്റെ കഫയാണ് തെറ്റിദ്ധരിക്കുകയും ചെയ്തതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഈ സംഭവം എന്നാണോ പോലീസ് പറയുന്നത്? അതെ, അങ്ങനെ തന്നെയാണ് രഞ്ജിത്ത് പറയുന്നത്. ഈ 7 സുഹൃത്തുക്കളും മദ്യലഹരിയിൽ തന്നെയായിരുന്നു. ലീന അമിതമായി മദ്യം കഴിച്ചിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ലീന അവിടെ അത്രയും വലിയ ബഹളം ഉണ്ടാക്കിയതെന്ന് ദൃക്സാക്ഷികളും പറയുന്നുണ്ട്. പക്ഷെ അവർ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് അത് പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. നമ്മൾ അവിടെ കഫേ ഷോപ്പിലേക്ക് പോവുകയും ആ സമയത്ത് അവിടെ ഇത് കണ്ടുകൊണ്ടിരുന്ന ദൃക്സാക്ഷികളോട് സംസാരിക്കുകയും ചെയ്തിരുന്നു. അവർ പറഞ്ഞത് ഈ വന്ന പെൺകുട്ടി ലീന അമിതമായി മദ്യലഹരിയിലായിരുന്നു. മറ്റേതെങ്കിലും ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചോ എന്ന് അവർക്ക് മനസ്സിലായില്ല.
അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലാണ് ലീനയെയും ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കളെയും അവിടെ കണ്ടെത്തിയത്. അവരോട് കാര്യം പറഞ്ഞ് ആക്കാൻ ശ്രമിച്ചു എങ്കിൽ പോലും ലീന അത് കേൾക്കാൻ കൂട്ടാക്കാതെ ഈ മുൻ സുഹൃത്തിനെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ആദ്യമായി ഇവരൊരു വാക്കുതർക്കത്തിലാണ് തുടങ്ങിയത്. പിന്നീട് അത് മർദ്ദനത്തിലേക്ക് പോവുകയായിരുന്നു. ലീനയുടെ തെറ്റിദ്ധാരണ ആ കോഫി ഷോപ്പ് ഈ സുഹൃത്തിന്റെ, അതായത് ഈ മുൻപ് ഉണ്ടായിരുന്ന ആ ഒരു ലീനയെ ചതിച്ച അല്ലെങ്കിൽ പറ്റിച്ച സുഹൃത്തിൻ്റെതായിരുന്നു ആ കോഫി ഷോപ്പ് എന്ന് കരുതിയാണ് ആ കോഫി ഷോപ്പിന്റെ ചില്ലകളും ഒപ്പമുണ്ടായിരുന്ന സാധനങ്ങളും ഒക്കെ അടിച്ചു തകർത്തത്. അതിനു വേണ്ടിയിട്ടാണ് ലീന മറ്റ് 7 സുഹൃത്തുക്കളെയും കൂട്ടി ആ കോഫി ഷോപ്പിലേക്ക് രണ്ടാമതും വന്നത്. പിന്നീട് പോലീസിനെ അറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി ലീനയെയും ഒപ്പമുണ്ടായിരുന്ന 4 പേരെയും അറസ്റ്റ് ചെയ്തു. ബാക്കിയുള്ളവരെ ഓടി രക്ഷപ്പെടുകയും ചെയ്തു. അവർക്കായുള്ള ഒരു അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്ന് തുടരുകയാണ്. എന്തായാലും ഇവരെ റിമാൻഡിലാണ്, ഇപ്പോൾ ജയിലിൽ റിമാൻഡിലായിട്ടുണ്ട്. പോലീസ് പറയുന്നത് ഈ സമീപ പ്രദേശത്തെ CCTV അടക്കം ശേഖരിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. മറ്റൊരു കാര്യം, സംഘർഷം കഴിഞ്ഞ ശേഷം ഈ കോഫി ഷോപ്പിലെ ഉടമസ്ഥൻ അദ്ദേഹത്തിന് ഈ പരാതി നൽകാൻ തയ്യാറായിരുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ ഷോപ്പിന് ലൈസൻസ് ഉണ്ടായിരുന്നില്ല. പലതവണ കോർപ്പറേഷന്റെ ലൈസൻസിന്റെ ആവശ്യത്തിന് ബന്ധപ്പെട്ടുവെങ്കിലും ചില തടസ്സങ്ങൾ കാരണം ലൈസൻസ് കിട്ടാത്തൊരു സാഹചര്യത്തിൽ ആയിരുന്നു. അതുകൊണ്ടാണ് ആദ്യം പരാതി നൽകാൻ മുന്നോട്ട് വരാതിരുന്നത്. പിന്നീട് പക്ഷേ ഈ ജീവനക്കാരന് തലയ്ക്ക് പരിക്കേറ്റിരുന്നു, ഗുരുതരമായി തന്നെ പരിക്കേറ്റിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കൊലപാതക ശ്രമത്തിന് ഉൾപ്പെടെ വകുപ്പുകൾ ചുമത്തി ലീനയ്ക്കും സുഹൃത്തുക്കൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഏതായാലും വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് പനമ്പള്ളി സമീപകാലത്ത് നടന്ന കൊച്ചിയെ സംബന്ധിച്ച് ചോദിച്ചതുപോലെ സമീപകാലത്ത് കൊച്ചിയിൽ ഒരുപാട് സംഭവങ്ങൾ, ഈ ബാറുമായി ബന്ധപ്പെട്ട അക്രമ സംഭവങ്ങൾ, CCTV ദൃശ്യങ്ങളൊക്കെ പലപ്പോഴും പുറത്തു വന്നിട്ടുള്ളതാണ്. ഇതുപോലെ തന്നെ നൈറ്റ് ഹോട്ടലുകളിൽ, രാത്രികാലങ്ങളിൽ ഹോട്ടലുകൾ ആക്രമിക്കുക, ഈ നെടുമ്പാശ്ശേരി പ്രദേശത്തൊക്കെ അത് സ്ഥിരം സംഭവമാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നു. ഇങ്ങനെ ഈ മദ്യലഹരിയിൽ രാത്രിയിലുള്ള ഇത്തരം ആളുകളുടെ വിളയാട്ടം, അത് അവർ ഒരുപക്ഷെ കാർ ഓടിച്ച് ഡ്രൈവിംഗ് ഒക്കെ ചെയ്തായിരിക്കും ഇത്തരം സ്ഥലങ്ങളിൽ എത്തുകയും അക്രമ സംഭവങ്ങളിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്യുക. ഇത് പരിശോധിക്കാനും മദ്യലഹരിയിൽ വാഹനം ഓടിക്കുന്നവരെയൊക്കെ പരിശോധിക്കാനും നടപടിയെടുക്കാനും ഒപ്പം കൂടുതൽ നൈറ്റ് പെട്രോളിംഗ് അടക്കം വർദ്ധിപ്പിക്കാനും ഒക്കെയുള്ള തീരുമാനങ്ങൾ എടുത്തിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കാലമൊക്കെ ആയതുകൊണ്ടായിരിക്കും അക്കാര്യത്തിലൊക്കെ ഒരു മെല്ലപ്പോക്കുണ്ടായത്. ഇത്തരം പോലീസിന്റെ നിഷ്ക്രിയത്വം ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നതിന് തുണയാകുന്നുണ്ടോ നവമി? തീർച്ചയായും രഞ്ജിത്ത്, പോലീസ് പറയുന്നതും അത് തന്നെയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇലക്ഷൻ ആയിരുന്നു. ഇന്നലെ ഇലക്ഷനാണ്. അത് അതിൻ്റെതായിട്ടുള്ള ഡ്യൂട്ടി തിരക്കിലായതുകൊണ്ട് നഗരത്തിൽ വേണ്ട രീതിയിലുള്ള പെട്രോളും ശക്തമാക്കാൻ പോലീസിന് കഴിഞ്ഞില്ല എന്നുള്ളൊരു ന്യായീകരണമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. ഒപ്പം തന്നെ ഈ പോലീസുകാരുടെ ഉള്ളിലെ ആളുകളുടെ ഒരു കുറവും അവരൊരു പ്രധാന കാരണമായി പറയുന്നുണ്ട്. പക്ഷേ എങ്കിൽ കൂടിയും എറണാകുളം ജില്ലയെ സംബന്ധിച്ച ഈ രാത്രികളിൽ വരുന്ന കൊലപാതകങ്ങൾ അല്ലെങ്കിൽ വാക്കുതർക്കങ്ങൾ, മറ്റ് അപകടകരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ലഹരി വിൽപ്പന, മദ്യവിൽപ്പന, അനധികൃത മദ്യവിൽപ്പന, ഇതെല്ലാം സ്ഥിരമായി അല്ലെങ്കിൽ ഓരോ ദിവസവും നമ്മൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ്. ഇതിൽ നിന്നൊക്കെ വളരെ വ്യക്തമാണ് പോലീസിന്റെ പെട്രോളിംഗ് അത് ഇലക്ഷൻ ആയതുകൊണ്ട് മാത്രമല്ല, അല്ലെങ്കിൽ കൂടിയും കൃത്യമായി പോലീസിന്റെ പെട്രോളിംഗ് പലപ്പോഴും പലയിടത്തില്ലാത്ത സാഹചര്യം. ഈ പനമ്പള്ളി നഗറിലെ അല്ലെങ്കിൽ അവിടെ താമസിക്കുന്നവർ പറയുന്നത് ഇത് സ്ഥിരമായി ലഹരി ഉപയോഗിച്ച് വിദ്യാർത്ഥികളും അല്ലെങ്കിൽ യുവാക്കൾ അടക്കം വരുന്ന സ്ഥലമാണ്. ഇവിടെ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. പോലീസിന്റെ കൃത്യമായിട്ടുള്ളൊരു നിരീക്ഷണം ഇവിടെ പലപ്പോഴും ഉണ്ടാകാറില്ല. പോലീസിനെ അറിയിച്ചാൽ തന്നെയും അവർ വരാൻ വളരെ വൈകുകയും ചെയ്യും. അപ്പോഴേക്കും ഇത് ഈ കൈവിട്ട അതായത് കൊലപാതകത്തിലേക്ക് വരെ നയിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് പലപ്പോഴും ഇവിടെ നടക്കുന്ന സംഘർഷങ്ങൾ നീങ്ങാറുണ്ട്, അല്ലെങ്കിൽ അത് അങ്ങനെയൊക്കെ കടക്കാറുണ്ടെന്ന് പോലീസ് ഈ നാട്ടുകാർ തന്നെ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. പലതവണ ഇവിടെ ലഹരി ഇടപാടുകൾ ഉണ്ടെന്നും അല്ലെങ്കിൽ ഇത്തരത്തിൽ സംഘർഷമുണ്ട്, മദ്യലഹരിയിലായ യുവാക്കൾ വന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, സമീപ പ്രദേശങ്ങൾക്കൊക്കെ ശല്യമാകുന്ന രീതിയിലേക്ക് ഇവർ വരുന്നു എന്നൊക്കെ പലതവണ പരാതിപ്പെട്ടിട്ടും പോലീസ് കൃത്യമായ ഒരു നടപടി സ്വീകരിക്കുന്നില്ല. പോലീസിന്റെ ഒത്താശയോട് കൂടി തന്നെയാണ് ഇവിടെ ഇത്തരത്തിലുള്ള ലൈസൻസ് ഇല്ലാത്ത സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതും അല്ലെങ്കിൽ കോഫി ഷോപ്പുകൾ ഉൾപ്പെടെയുള്ള കടകൾ പ്രവർത്തിക്കുന്നതും അല്ലെങ്കിൽ ഈ കടകളുടെ മറവിൽ രാത്രി അടക്കം മദ്യവും അല്ലെങ്കിൽ ലഹരിയും ഒക്കെ വിൽപ്പന നടക്കുന്നുണ്ട് എന്ന് തന്നെ ഉറപ്പിച്ച് നാട്ടുകാർ പറയുകയും ചെയ്തു. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ നവമി. കാരണം ഈ നവമി പറഞ്ഞതനുസരിച്ച് ഈ ഹോട്ടൽ ഉടമ പരാതിപ്പെടാൻ തയ്യാറാകാതിരുന്നത്
അത് ഇയാൾക്ക് ലൈസൻസ് ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. ഈ ലൈസൻസ് ഇല്ലാത്ത കടകൾ പ്രവർത്തിക്കാൻ അനുവദിക്കുക എന്നുള്ളത് തെറ്റായ ഒരു നടപടിയാണ്. നഗരസഭയൊക്കെ കോർപ്പറേഷനൊക്കെ ആ വിഷയത്തിൽ നടപടിയെടുക്കേണ്ട പശ്ചാത്തലമുണ്ട്. അത് ഉണ്ടാകുന്നില്ല. ഇങ്ങനെ നിരവധിയായ സ്ഥാപനങ്ങൾ അവിടെ പ്രവർത്തിക്കുന്നു. അവർക്ക് എന്തും ചെയ്യാൻ, അവിടെ എത്തുന്ന ആളുകൾക്ക് എന്തും വിതരണം ചെയ്യാനുള്ള തരത്തിലുള്ള കാര്യങ്ങൾ നീങ്ങുന്നു. പരിശോധനകളില്ല. ഈ അനധികൃതമായ ഇത്തരം സ്ഥാപനങ്ങൾ ഉണ്ടാകുന്നതൊക്കെ ഇത്തരം അക്രമ സംഭവങ്ങൾക്ക് വളം വെക്കുന്നു. അവിടെ ഈ പറഞ്ഞതുപോലുള്ള കൂട്ടമായ ആൾക്കാർക്ക് വരാം, മദ്യലഹരിയിൽ വരാം, അല്ലെങ്കിൽ മറ്റു ലഹരികൾ ഉപയോഗിച്ച് വരാം, ലഹരികൾ വിതരണം ചെയ്യുന്നവർക്ക് അവിടെ വരാം. അങ്ങനെ ഇവർക്കൊക്കെ കൂടാനുള്ള ഒരു ബേസായി ഇത്തരം സ്ഥലങ്ങൾ മാറുന്നു എന്നുള്ള സൂചനകളും കൊച്ചിയിൽ നിന്ന് വരുന്നുണ്ട് ഈ സംഭവങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ, അല്ലേ? അതെ, തീർച്ചയായും രഞ്ജിത്ത്. പലപ്പോഴും നമ്മളിത് റിപ്പോർട്ട് ചെയ്ത സാഹചര്യം കൂടിയാണ്. പനമ്പള്ളി നഗർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതിന്റെ സമീപ പ്രദേശങ്ങളിൽ കടവന്ത്ര ആയിക്കോട്ടെ, റെയിൽവേ സ്റ്റേഷൻ ഭാഗങ്ങളിലായിക്കോട്ടെ, അവിടെ ഇത്തരത്തിലൊരു സംഘർഷം നടക്കുമ്പോൾ അല്ലെങ്കിൽ ക്രൈം നടക്കുമ്പോൾ മാത്രമാണ് പോലീസ് അവിടെ ഇടപെടുകയും ആ ദിവസങ്ങളിൽ, അതായത് ഈ സംഭവം നടന്ന് 2-3 ദിവസം മാത്രമായിരിക്കും പോലീസിന്റെ പെട്രോളിംഗ് അല്ലെങ്കിൽ നിരീക്ഷണമൊക്കെ അവിടെ ശക്തമാക്കുക. അല്ലെങ്കിൽ 1-2 കേസ് ഈ ലഹരി കൈവശം വെച്ച യുവാക്കളെ അല്ലെങ്കിൽ ഇടപാടുകാരെ 1-2 ദിവസം മാത്രമായിരിക്കും പോലീസ് കൃത്യമായി പരിശോധിക്കുകയും അറസ്റ്റിലടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയും ചെയ്യുക. അതിനപ്പുറത്തേക്ക് പോലീസിന്റെ കൃത്യമായിട്ടുള്ള നിരന്തരമായിട്ടുള്ള ഒരു നിരീക്ഷണമോ അല്ലെങ്കിൽ ഈ ലഹരി എങ്ങനെയാണ് ഇവരിലേക്ക് എത്തിപ്പെടുന്നത്, ആരാണ് ഇവരിലേക്ക് ഇതൊക്കെ വിതരണം ചെയ്യുന്നത്, ആരാണ് ഇതിന്റെ ലഹരി ഏജന്റ് എന്നടക്കമുള്ള കാര്യങ്ങൾ പലപ്പോഴും പോലീസ് പരിശോധിക്കുന്നില്ല. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഇന്നലെ രാത്രി നടന്ന സംഭവവും. അവിടെ ഉള്ള ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്, പലപ്പോഴും കുടുംബമായി പോലും ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാത്ത സാഹചര്യങ്ങളാണ്. രാത്രി യുവാക്കൾ അവിടെ എത്തുന്നു, മദ്യലഹരിയിലാണ്, അല്ലെങ്കിൽ മറ്റ് ലഹരികൾ അവിടെ പരസ്യമായി ഉപയോഗിക്കുന്നു. പോലീസിന്റെയോ അല്ലെങ്കിൽ ഒരു നിരീക്ഷണവും ഒന്നും ഉണ്ടാകുന്നില്ല. ലൈസൻസ് ഇല്ലാതെ കടകൾ പ്രവർത്തിക്കുന്നു. ഈ ഏതെങ്കിലും തരത്തിലുള്ള ചോദ്യം ഉന്നയിച്ചാൽ പിന്നീട് അത് മർദ്ദനത്തിലേക്ക് വരെ പോകുന്ന സാഹചര്യങ്ങളിലേക്ക് കടക്കുന്നു എന്ന് നാട്ടുകാർ ഇപ്പോഴും നമ്മൾ ചെന്നപ്പോൾ തന്നെ ദൃക്സാക്ഷികൾ പറയുകയും ചെയ്യുന്നു. പക്ഷെ അവർക്ക് അത് ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് പറയാനുള്ള പേടി അവർക്കുണ്ട്. അവരുടെ ജീവന് ഭീഷണി ഉണ്ടാകുമോ എന്നൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് അവരത് പറയാൻ പേടിക്കുന്നു. പക്ഷെ ഇത് സത്യമായ കാര്യമാണ്. അതിന്റെ തെളിവാണ് ഇന്നലെ രാത്രി അവിടെ സംഭവിച്ചതും. ആ യുവതിയുടെ സുഹൃത്തുക്കളും മദ്യലഹരിയിൽ അവിടെ എത്തുന്നു. പിന്നീട് അവിടെ ഉള്ളവർ തന്നെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുമ്പോൾ കൂടിയും ആ യുവതി അത് കേൾക്കാതെ ആ സുഹൃത്തിനെ മർദ്ദിക്കുന്നു. ഒപ്പമുണ്ടായിരുന്ന ആ കഫേ ഷോപ്പിൽ ഉണ്ടായിരുന്ന ജീവനക്കാരെയും ഉടമയെയും ഉൾപ്പെടെ മർദ്ദിക്കുന്ന സാഹചര്യം. പിന്നീട് ഈ പെൺകുട്ടി കാർ എടുത്തു പോയി മറ്റ് സുഹൃത്തുക്കളെ 7 സംഘങ്ങളെ അടങ്ങുന്ന 7 പേരെ കൂട്ടി വന്ന് വീണ്ടും അവിടെ ഒരു സംഘർഷം ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളിലേക്കൊക്കെ നീങ്ങുന്നു. അപ്പോഴും ഏറെ വൈകിയാണ് പോലീസ് അവിടെ എത്തുകയും ചെയ്തത്. ആ സമയത്ത് ഈ പെൺകുട്ടി മദ്യലഹരിയിലായതിനാൽ അവൾക്ക് അവിടുന്ന് പോകാനുള്ളൊരു താമസം നേരിട്ടു. അതുകൊണ്ട് മാത്രമാണ് പോലീസ് ഈ പ്രതിയെ കൃത്യമായി അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത്. ഒപ്പം ഉണ്ടായിരുന്ന 4 പേരെ ഇപ്പോഴും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അവർ അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. എന്തായാലും ഇതൊക്കെ സൂചിപ്പിക്കുന്നത് പോലീസിന്റെ ഒരു അനാസ്ഥ തന്നെയാണ്. പനമ്പള്ളി നഗർ, അതായത് കൊച്ചിയുടെ എറണാകുളത്തിന്റെ ഹൃദയഭാഗം, രാത്രിയൊക്കെ വളരെ സജീവമായി നിൽക്കുന്ന കുടുംബമായും ഒപ്പം സുഹൃത്തുക്കളുമായൊക്കെ നല്ല രീതിയിൽ വന്നു പോകുന്നവർക്ക് പോലും ശല്യമാകുന്ന അല്ലെങ്കിൽ ദോഷകരമാകുന്ന രീതിയിലുള്ള പല സംഭവങ്ങളും ഇവിടെ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. ലഹരി ഇടപാടുകൾ ഇപ്പോഴും അവിടെ സജീവമായി തന്നെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ പോലീസ് ഇതൊന്നും കണ്ടില്ല എന്ന് നടിച്ച് തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. അതാണ് കൊച്ചിയിലെ സംഭവം. കൊച്ചിയിൽ ഒരു നൈറ്റ് കഫേ അടിച്ചു തകർത്തത് യുവതിയും സംഘവുമാണ്. മുൻ കാമുകനാണ് എന്ന് തെറ്റിദ്ധരിച്ച് അവിടെ ഉണ്ടായിരുന്ന ഒരാളെ മുൻ കാമുകന്റെ കടയാണ് തെറ്റിദ്ധരിച്ചായിരുന്നു ആക്രമണം. അവിടെ ഉണ്ടായിരുന്ന മുൻ കാമുകനെ അല്ലെങ്കിൽ വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിച്ചു എന്ന് പറയുന്ന ആളെ മർദ്ദിക്കുകയായിരുന്നു ലക്ഷ്യം. പക്ഷേ കട അടിച്ചു തകർക്കുന്ന ഘട്ടത്തിലേക്ക് പോയി. ഈ യുവതിയുടെ കാറിന്റെ ചില്ലും ഈ മുൻ കാമുകൻ അടിച്ചു തകർത്തു. അങ്ങനെ പോലീസ് കേസായ വലിയൊരു സംഭവമാണ് കൊച്ചിയിൽ ഉണ്ടായത്. ഇത്തരം സംഭവങ്ങൾ കൊച്ചിയിൽ സ്ഥിരമാണെന്നും അനധികൃതമായി പ്രവർത്തിക്കുന്ന കടകൾ, മദ്യലഹരിയിൽ മറ്റു ലഹരികൾ ഉപയോഗിച്ച് നടത്തുന്ന ആക്രമണങ്ങളൊക്കെ പതിവാകുന്ന ഒരു നഗരം കൂടിയായി നമ്മുടെ കൊച്ചി മാറുന്നു എന്നത് ഖേദകരമായ കാര്യമാണ്. സ്പോട്ട് ലൈവുമായി തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. പ്രീ ഡിഗ്രി സ്പോട്ട് ലൈവ് തുടരുന്നു. നമുക്ക് വടകരയിലേക്കൊന്ന് പോകണം. തെരഞ്ഞെടുപ്പിന് ശേഷവും വടകരയിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടായ വിവാദങ്ങൾക്ക് ശമനമാകുന്നില്ല എന്നുള്ളതാണ്. അവിടെ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ് അശ്ലീല വീഡിയോ വിവാദവും
അശ്ലീല SMS-കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ വടകര തെരഞ്ഞെടുപ്പിൽ ഉടനീളം ഇരു സ്ഥാനാർത്ഥികളും വിവാദമാക്കിയതാണ്. ഷാഫി പറമ്പിലിനെതിരെ KK ശൈലജയാണ് ആദ്യം ഇത്തരം ആരോപണം ഉന്നയിച്ചത്. അശ്ലീല വീഡിയോ അടക്കം പ്രചരിപ്പിക്കുന്നു എന്ന മട്ടിൽ. പിന്നീട് CPM നേതാക്കൾ അത് ഏറ്റെടുത്തു. അത് വലിയ ചർച്ചയായി. ഷാഫി ഈ വിഷയത്തിൽ നിഷേധക്കുറിപ്പിറക്കി. ഷാഫിക്ക് ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം ശൈലജ ടീച്ചർ തന്നെ അത് മാറ്റിപ്പറയുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഈ വിവാദം അതിപ്പോഴും തുടരുകയാണ്. വോട്ടെടുപ്പിന് ശേഷവും വിവാദം കെട്ടടങ്ങാതെയാണ് വടകരയിലെ സാഹചര്യം. തെരഞ്ഞെടുപ്പിൽ വർഗീയ പ്രചാരണത്തിന് ശ്രമിച്ചിട്ടില്ലെന്ന പ്രതികരണവുമായി UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ രംഗത്ത് വന്നു. കാഫിർ എന്ന് വിളിച്ച് വോട്ട് തേടുകയോ മതത്തിൻ്റെ പിന്തുണ വേണമെന്ന് എങ്ങും ആവശ്യപ്പെടുകയോ ചെയ്തിട്ടില്ല. സ്ക്രീൻഷോട്ട് വ്യാജ സൃഷ്ടിയാണെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. ഈ വ്യാജ വീഡിയോയ്ക്ക് ശേഷം ഇപ്പോൾ ഇത്തരത്തിലാണ് ചില പ്രചരണങ്ങൾ ഷാഫിക്കെതിരെ അവസാനമായി നടന്നത് എന്നുള്ളതാണ്. അത് പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ടാണ് ഷാഫി ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയത്. കൃത്യമായി ഞാൻ മാധ്യമങ്ങളുടെ മുമ്പാകെ പരസ്യമായി പറഞ്ഞിട്ടും പിന്നെയും കാഫിർ എന്ന് വിളിച്ചു. അതിൽ ഞാൻ മൗനം പാലിച്ചു. അത് വളരെ സൗമ്യനായി അഭിനയിച്ചു, നിഷ്കളങ്കനായി അഭിനയിച്ചു എന്നൊക്കെ ഒരു ബൈറ്റ് കൊടുക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഒന്നല്ലെങ്കിൽ ഇത് വളരെ ബോധപൂർവം പറഞ്ഞുകൊണ്ടേയിരിക്കാൻ പാർട്ടി തീരുമാനിച്ച് നടപ്പിലാക്കുന്നൊരു കാര്യം, അതല്ലെങ്കിൽ ഇത് ഫേക്കാണെന്ന് പോലും തിരിച്ചറിയാൻ അല്ലെങ്കിൽ തിരിച്ചറിവ് കൊടുക്കാൻ ആളുകൾക്ക് കഴിയും. പക്ഷെ തിരിച്ചറിവ് ഫേക്കാണെന്ന് കൊടുക്കാൻ ആളുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അതിൻ്റെ ചുറ്റുവട്ടത്ത് നിൽക്കുന്ന ആളുകളുടെ പ്രതികരണം തന്നെ എനിക്ക് മനസ്സിലായി. ഈ പോസ്റ്റ് ഇട്ട് അത് ഡിലീറ്റ് ചെയ്ത ആളുകളെ ഇതെന്ന് തന്നെ എനിക്ക് മനസ്സിലായി. അപ്പം എന്തിനാണ് ഇങ്ങനെ ഇല്ലാ കഥകൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്തിനാണ്? മറ്റൊരു പ്രധാന വിവരം ഇന്ന് ഷാഫി പറമ്പിൽ, അതിലേക്ക് വരാം. അതിനു മുമ്പ് MS അനീഷ് കുമാർ ഈ വിഷയത്തിൽ ചേരുന്നുണ്ട്. അനീഷ്, ഇതിപ്പോൾ വടകരയിൽ വിവാദങ്ങളുടെ തിരഞ്ഞെടുപ്പായിരുന്നു ഇത്. ഈ തെരഞ്ഞെടുപ്പ് കാലം ഉടനീളം വിവിധങ്ങളായ വിവാദങ്ങൾ കടന്നു വന്നിരുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. പരസ്പരം പോരടിക്കാനുള്ള ആയുധമായി ഇരു മുന്നണികളും എടുത്ത പല വിഷയങ്ങൾ വന്നു. അതിലൊന്നായിരുന്നു വ്യാജ വീഡിയോയുമായി ബന്ധപ്പെട്ട്. അത് പിന്നീട് എങ്ങനെ അതിൻ്റെ വ്യത്യാസമുണ്ടായി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. LDF കേന്ദ്രങ്ങൾ തന്നെ അത്തരം പ്രചരണങ്ങളിൽ നിന്ന് പിന്മാറാൻ നമ്മൾ കണ്ടു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ ഷാഫി ആരോപിക്കുന്നത് താൻ മതത്തിൻ്റെ പേരിൽ വോട്ട് പിടിച്ചു അല്ലെങ്കിൽ വർഗീയതയുമായി ബന്ധപ്പെട്ട് വോട്ട് ചെയ്തു എന്ന ആക്ഷേപം ഉയർത്തുന്നു എന്നാണ്. അതിൻ്റെ പശ്ചാത്തലം എന്താണ്? രഞ്ജിത്ത്, തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം ശൈലജ ടീച്ചർക്കെതിരായി ഒരു വാട്സാപ്പ് ഗ്രൂപ്പുകൾ വഴി ഒരു പ്രചാരണം ഉയർന്നു വന്നിരുന്നു. ടീച്ചറിൻ്റെ ചിത്രങ്ങൾ വെച്ചിട്ട് ഈ കാഫിറിന് വോട്ടില്ല, അതായത് കാഫിർ എന്നത് ശൈലജ ടീച്ചറിനെ ആക്കിക്കൊണ്ട് കാഫിറിന് വോട്ടില്ല എന്ന രീതിയിൽ പരക്കെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ വഴി ഒരു ചിത്രം പ്രചരിക്കപ്പെട്ടു. ഈ കാര്യവുമായി ബന്ധപ്പെട്ട് ടീച്ചർ നൽകിയ പ്രതികരണത്തിൽ ഇത്തരമൊരു പോസ്റ്റർ തനിക്കെതിരെ പ്രചരിക്കുമ്പോഴും അത് തള്ളി കളയാൻ സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ തയ്യാറാവുന്നില്ല. സൈബർ ആക്രമണത്തിൽ തനിക്ക് പങ്കില്ല എന്ന് പറയുന്നു. സൗമ്യമായ മുഖവുമായി സൗമ്യമായ വാക്കുകളുമായി പ്രതികരണങ്ങൾ നടത്തുന്ന ഷാഫി എന്നാൽ ഇക്കാര്യത്തിൽ തനിക്കെതിരെ വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ടുള്ള പ്രചാരണം നടക്കുമ്പോൾ ഇക്കാര്യത്തിൽ കാര്യമായ ഒരു പ്രതികരണം നടത്തുന്നില്ല എന്ന് ടീച്ചർ പരാതിപ്പെട്ടിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ ഷാഫി പറമ്പിൽ പറയുന്നത്. തനിക്ക് ഇത്തരം ഈ പ്രചരിപ്പിക്കപ്പെട്ട വസ്തുതയുമായി അല്ലെങ്കിൽ ആ പ്രചരണ സാമഗ്രിയുമായി യാതൊരു തരത്തിലുമുള്ള ബന്ധമില്ല എന്ന് അദ്ദേഹം പറഞ്ഞത്. ഒപ്പം ഇത്തരത്തിലുള്ള സാമഗ്രികൾ പ്രചരിപ്പിച്ച് വോട്ട് തേടുക എന്നത് തൻ്റെ മാർഗമല്ല. പ്രത്യേകിച്ചും മതം പറഞ്ഞ് താൻ ഒരു കാലത്തും ഒരിടത്തും വോട്ട് തേടിയിട്ടില്ല എന്ന് പറയുകയും ചെയ്യുന്നു. പക്ഷേ ടീച്ചറുടെ ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ LDF പറയുന്നത് ഈ ടീച്ചർക്കെതിരെ വടകര തെരഞ്ഞെടുപ്പ് ആരംഭിച്ച സമയം മുതൽ ഇത്തരത്തിൽ വർഗീയ ധ്രുവീകരണം ലക്ഷ്യം വെച്ചുള്ള പ്രചാരണങ്ങൾ നടക്കുന്നുവെന്നാണ്. പ്രത്യേകിച്ചും ഈ ലവ് ജിഹാദ് ഉണ്ട് എന്ന രീതിയിലും ഒപ്പം മുസ്ലിങ്ങൾ വർഗീയവാദികളാണ് എന്ന തരത്തിലുമൊക്കെയുള്ള രീതിയിൽ ടീച്ചർ പറഞ്ഞു എന്ന് സൂചിപ്പിക്കുന്ന ചില വീഡിയോകൾ വ്യാപകമായി എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിക്കപ്പെട്ടിരുന്നു. ഒപ്പം ഈ കാന്തപുരം അടക്കമുള്ള ആത്മീയ നേതാക്കൾ ടീച്ചറെ ഈ ബോംബെന്ന് അല്ലെങ്കിൽ ബോംബ് അമ്മ എന്ന് വിശേഷിപ്പിച്ച് എന്ന തരത്തിലുള്ള ചില പ്രചാരണങ്ങളും വന്നിരുന്നു. ഇതൊക്കെ ഓരോ മാധ്യമ സ്ഥാപനങ്ങളുടെ വ്യാജ പേജുകൾ സൃഷ്ടിച്ച് ചാനലുകളുടെ വന്ന വാർത്തകൾ എന്ന പേരിലാണ് പ്രചരിപ്പിച്ചത്. എന്തായാലും അതിൻ്റെ ഒരു ഒടുക്കം എന്ന രീതിയിലാണ് കാഫിറിന് വോട്ട് നൽകരുത് എന്ന ആഹ്വാനം ഉണ്ടായത് എന്നാണ് LDF കേന്ദ്രങ്ങൾ പറയുന്നത്. പക്ഷേ ഇത്തരം ചില നിർമ്മിതികൾ മനഃപൂർവ്വം LDF തന്നെ നിർമ്മിക്കുന്നു അല്ലെങ്കിൽ ഇത് വ്യാജ നിർമ്മിതിയാണ് എന്ന്
എന്ന് മനസ്സിലായിട്ടും എന്തിന് തൻ്റെ തലയിൽ ഇതിൻ്റെ ഉത്തരവാദിത്വം കെട്ടിവെക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ഷാഫി പറമ്പിൽ ചോദിക്കുന്നത്. എന്തായാലും നമുക്കറിയാം, ഈ വടകര തെരഞ്ഞെടുപ്പ് ആരംഭിച്ച ഘട്ടം മുതൽ ഈ വ്യക്തിഹത്യകളും ഈ അശ്ലീല വീഡിയോ അല്ലെങ്കിൽ വ്യാജ വീഡിയോകളുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ ഉയർന്നു വരികയും വളരെ വൈകാരികമായി ടീച്ചർ ഇതിനോട് പ്രതികരിക്കുകയും പിന്നീട് ഷാഫി ഇതിന് മറുപടി പറയുകയും ഒക്കെ ചെയ്തു. എന്തായാലും അശ്ലീല വീഡിയോ തൻ്റെ പേരിൽ ഇല്ല എന്ന്, അല്ലെങ്കിൽ താൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല എന്ന് ടീച്ചർ പറയുന്നു. കൃത്യമാണ്, വ്യാജ വീഡിയോയെക്കുറിച്ചാണ് ടീച്ചർ പറഞ്ഞത്. പക്ഷേ പിന്നീട് LDF നേതാക്കളിൽ പലരും അത് വ്യാഖ്യാനിച്ച് മുന്നോട്ട് പോയപ്പോൾ അശ്ലീല വീഡിയോ എന്ന തരത്തിലേക്ക് നീങ്ങുകയും ചെയ്തു. അതുമായി ബന്ധപ്പെട്ട് പിന്നീട് UDF ക്യാമ്പ് ഈ ടീച്ചർ അശ്ലീല വീഡിയോ ഇല്ല എന്ന് പറഞ്ഞതിനെ വലിയ രീതിയിൽ മുതലെടുത്തിരുന്നു. അവരും ഈ വിഷയങ്ങൾ വ്യാപകമായി സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റുമൊക്കെ പ്രചരിപ്പിക്കുകയും നിലപാട് ടീച്ചർ മാറ്റി എന്ന് പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്തു. എന്നാൽ ഇതിൻ്റെയൊക്കെ ഒരു അന്ത്യമെന്ന രീതിയിലാണ് തെരഞ്ഞെടുപ്പിൻ്റെ തലേന്ന് ഇത്തരമൊരു വർഗീയ പ്രീണനം ലക്ഷ്യമാക്കിയുള്ള പോസ്റ്റർ അല്ലെങ്കിൽ ഒരു കാർഡ് പുറത്തിറങ്ങി എന്ന് ടീച്ചർ വീഡിയോയുമായി ബന്ധപ്പെട്ടുള്ള ടീച്ചറുടെ വാർത്താ സമ്മേളനം, അതിനുശേഷം അത് നിഷേധിച്ചിട്ടുള്ള ഷാഫിയുടെ വാർത്താ സമ്മേളനം ഉണ്ടാകുന്നു. പിന്നീട് CPM കേന്ദ്രങ്ങൾ അത് വലിയൊരു ആയുധമാക്കി തെരഞ്ഞെടുപ്പിൽ പ്രചരിപ്പിക്കുന്നു. പക്ഷേ ടീച്ചർ തന്നെ, ശൈലജ ടീച്ചർ തന്നെ അതിൽ നിന്ന് പിന്മാറുന്ന പശ്ചാത്തലമൊക്കെ നമ്മൾ കണ്ടതാണ്. ആ പ്രചരണം എങ്ങനെ LDFന് തിരിച്ചടിയായി എന്നുള്ളത് നമുക്കറിയാം. അതേ തരത്തിൽ തന്നെ ഷാഫിക്കെതിരെ മറ്റൊരു വിഷയം കൊണ്ടുവന്നാൽ അത് ജനങ്ങൾ എങ്ങനെ ഏറ്റെടുക്കും, ജനങ്ങൾ എങ്ങനെ കാണും എന്നുള്ളൊരു പ്രധാന പ്രശ്നമാണല്ലോ. അവിടെയാണല്ലോ ഈ വർഗീയ പ്രചാരണവുമായി ബന്ധപ്പെട്ടുള്ള ആരോപണത്തിന് ഷാഫി കൃത്യമായി മറുപടി പറയുന്നത്. ഈ സ്ക്രീൻഷോട്ടിൻ്റെ കാര്യമൊക്കെ ഷാഫി പറയുന്നുണ്ട്. അത് ഈ സ്ക്രീൻഷോട്ട് വ്യാജ സൃഷ്ടിയാണെന്നും പറയുന്നുണ്ട്. അത്തരം സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് ഇവർ പ്രചരിപ്പിക്കുന്ന ഏത് തരത്തിലായിരുന്നു കാര്യങ്ങൾ, അത് ഏതൊക്കെ മേഖലകളിൽ ഇത് പ്രചരിപ്പിച്ചിരുന്നു, അതെങ്ങനെയാണ് അത് ഉപയോഗിച്ചത് തെരഞ്ഞെടുപ്പ് കാലത്ത് എന്നുള്ളതൊക്കെയാണ് അവിടെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. തീർച്ചയായും ഷാഫി അങ്ങനെ പറയുമ്പോഴും ഈ ന്യൂനപക്ഷ മേഖലകൾ കേന്ദ്രീകരിച്ച്, പ്രത്യേകിച്ച് മുസ്ലിം മേഖലകൾ കേന്ദ്രീകരിച്ച് ടീച്ചർക്കെതിരെ വ്യാപകമായ പ്രചാരണം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം മുതൽ നടക്കുന്നുണ്ട് എന്നത് വസ്തുതയാണ്. ഇത് എത്രമാത്രം സ്ഥാനാർത്ഥി അറിഞ്ഞാണ്, അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയുടെ മൗനാനുവാദത്തോടു കൂടിയാണോ ഇത് നടന്നത് എന്ന കാര്യത്തെക്കുറിച്ച് ഇപ്പോഴും വ്യക്തതയില്ല. ഷാഫി പറയുന്നു താൻ ഇത്തരമൊരു കാര്യത്തെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല, താൻ ഇത്തരമൊരു കാര്യം പ്രോത്സാഹിപ്പിക്കുകയും ഇല്ല എന്ന്. എന്തായാലും അത്തരത്തിലൊരു ക്യാമ്പയിൻ വിശാലമായി തന്നെ നടന്നിരുന്നു. ഞാൻ പറഞ്ഞ 2-3 സാഹചര്യങ്ങളിൽ, ഒന്ന് കാന്തപുരത്തിൻ്റെ ഈ ചിത്രം വെച്ചുള്ള പ്രചാരണം, അത് ടീച്ചർക്കെതിരായ ഒരു പ്രചാരണമായിരുന്നു. ടീച്ചർ മുസ്ലിം വിരോധിയാണ് എന്ന് സ്ഥാപിക്കുന്നതിനുള്ള ഒരു പ്രചാരണം വ്യാപകമായി ഈ മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നടന്നിരുന്നു. ഈ ഷാഫി പറയുന്ന രീതിയിലാണ് ഇത് വ്യാജ നിർമ്മിതിയാണെന്ന് പറയുമ്പോഴും ഇതിൻ്റെ ആത്യന്തികമായ ദോഷം അനുഭവിക്കുക ടീച്ചർ തന്നെയാണ്. കാരണം ഈ ടീച്ചർ കാഫിറാണ്, ആ കാഫിറിന് വോട്ട് ചെയ്യരുത് എന്ന് മുസ്ലിം മേഖലകളിൽ പറയുമ്പോൾ അതിൻ്റെ പരിണിത ഫലം തീർച്ചയായും ടീച്ചർക്കാണ് ബാധിക്കുക. അല്ലെങ്കിൽ കാന്തപുരം ഉസ്താദ് എൻ്റേതെന്ന രീതിയിൽ ഒരു പ്രചരണ സാമഗ്രി പ്രചരിപ്പിക്കപ്പെടുമ്പോൾ അതിൻ്റെ നിജസ്ഥിതി വോട്ടർമാർക്ക് അറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ അവിടെയും അതിൻ്റെ ഗുണഭോക്താവായി മാറുന്നത് UDFും അത് ദോഷമായി ബാധിക്കുന്നത് ടീച്ചറുമാണ്. എന്തായാലും അത്തരം ഘട്ടങ്ങളിലൊക്കെ ഈ കാന്തപുരമായാലും അല്ലെങ്കിൽ മറ്റു ചില മീഡിയ ഹൗസുകളുടെ പേരിലുള്ള പോസ്റ്ററുകളും മറ്റൊക്കെ എത്തിയപ്പോഴും അവരും ഇത് ഫാക്ട് ചെക്ക് വിഭാഗം ഫാക്ട് ചെക്ക് ചെയ്തിട്ട് ഇത് വ്യാജമെന്ന് കണ്ടെത്തുകയും ചെയ്തു. അതുകൊണ്ട് പൂർണ്ണമായി ഇതും ഷാഫിയുടെ ഒരു അറിവോടുകൂടിയാണ് ഇതുണ്ടായതെന്ന് പറയാൻ കഴിയില്ല, അല്ലെങ്കിൽ ഷാഫി അതിനെ പൂർണ്ണമായി നിഷേധിക്കുന്നു. പക്ഷേ അവസാനത്തെ പ്രചരണ സാമഗ്രി എന്തിന് താൻ ഇറക്കണം, അതായത് ടീച്ചറെ കാഫിറായി വിശേഷിപ്പിച്ചുകൊണ്ടുള്ള ആ പ്രചരണ സാമഗ്രി എന്തിന് താൻ ഇറക്കണം, അത്തരമൊരു വർഗീയ ധ്രുവീകരണം ഒരു തരത്തിലും താൻ ലക്ഷ്യമിട്ടിട്ടില്ല. ടീച്ചർക്കെതിരെ കാഫിർ എന്ന രീതിയിൽ പരാമർശിച്ചുകൊണ്ട് ഒരു പോസ്റ്റർ ഇറക്കിയാൽ അത് തനിക്ക് തന്നെ വിനയായി മാറും, അല്ലെങ്കിൽ തനിക്കാണ് ഏറ്റവും അധികം ദോഷകരമായി ബാധിക്കുന്നത് എന്നാണ് ഷാഫി പറയുകയും ചെയ്തത്. എന്തായാലും ഇതിൻ്റെ 2 വശങ്ങളും നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. കാരണം ടീച്ചർക്കെതിരെ ഇത്തരമൊരു പോസ്റ്റർ ഇറങ്ങിയാൽ അതിൻ്റെ നഷ്ടമുണ്ടാവുക ടീച്ചർക്ക് തന്നെയാണ്. മറുവശത്ത് തൻ്റെ ഈ സെക്കുലറായ ക്രെഡൻഷ്യൽ, അതായത് മതനിരപേക്ഷമായ തൻ്റെ മനസ്സിന് നേരെ ഉയർത്തുന്ന ഒരു ചോദ്യമാണ് ഇതെന്ന് ഷാഫിയും പറയുന്നു. പക്ഷേ ഈ രണ്ടിനുമിടയിൽ 2 വിഭാഗത്തിൻ്റെയും സൈബർ അണികൾ അങ്ങേയറ്റം മോശമായ രീതിയിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടതെന്ന് നമുക്ക് നിസ്സംശയം പറയാം. കാരണം ടീച്ചർക്കെതിരെയും നിരവധി ആരോപണങ്ങളും കള്ള ആരോപണങ്ങളും, ഒപ്പം അവരുടെ ഫേസ്ബുക്ക് പേജിലും അടിയിലൊക്കെ മോശമായ കമൻറ്റുകൾ
പോസ്റ്റുകളും ചെയ്തു. മറുവശത്ത് ഷാഫിക്കെതിരെയും ഇതേ രീതിയിലുള്ള സൈബർ ആക്രമണം നടന്നിട്ടുണ്ട്. രണ്ട് തരത്തിലാണ് വിശേഷിപ്പിക്കപ്പെടേണ്ടത് എന്നെങ്കിൽ പോലും ഷാഫിയുടെ പോസ്റ്റുകൾക്കടിയിലും അങ്ങേയറ്റം മോശമായ രീതിയിലുള്ള പ്രചാരണങ്ങൾ ഇടത് ക്യാമ്പിൽ നിന്നും നടന്നിട്ടുണ്ട്. എന്തായാലും ഇടത് ക്യാമ്പ് എന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ UDFിൻ്റെ അണികളെന്ന് പറയുമ്പോഴും അവരുടെ പ്രഖ്യാപിതമായ നേതാക്കളോ അല്ലെങ്കിൽ അവരുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്നവരോ ഒന്നും അല്ല ഇത്തരം കാര്യങ്ങൾ ചെയ്തതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പലപ്പോഴും സ്ഥാനാർത്ഥികളോടൊപ്പമുള്ള പ്രൊഫൈൽ ചിത്രങ്ങളും മറ്റുമൊക്കെ കണ്ടാണ് ഇവർ ഏത് ഭാഗത്ത് നിലയുറപ്പിച്ചവരാണ് എന്ന് മനസ്സിലാക്കാൻ പോലും കഴിയുന്നത്. എന്തായാലും പരക്കെ ഇത്തരത്തിലെ ഈ സമൂഹ മാധ്യമങ്ങൾ ഏറ്റവും അധികം വാർത്താ വിന്യാസത്തിന് അല്ലെങ്കിൽ ആശയവിനിമയത്തിന് ഉപയോഗിക്കാൻ കഴിയുന്ന സന്നാഹങ്ങളെ അങ്ങേയറ്റം മോശമായി ഉപയോഗിക്കുന്ന പ്രവണത തന്നെയാണ് നമ്മൾ വടകരയിൽ കണ്ടത്. എന്തായാലും ഇത്തരം പ്രചരണ സാമഗ്രികളുടെ ഉത്തരവാദിത്വം ഷാഫിക്കുണ്ട് എന്ന് ടീച്ചർ പറയുമ്പോൾ ടീച്ചർ ഏത് രീതിയിൽ അങ്ങനെ പറയുന്നു? തൻ്റെ ഔദ്യോഗികമായ പേജുകൾ വഴിയോ അല്ലെങ്കിൽ താൻ ഏതെങ്കിലും മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖങ്ങൾ വഴിയോ ഒന്നും വർഗീയത പ്രചരിപ്പിക്കാനുള്ള ഒരു നീക്കവും നടത്തിയിട്ടില്ല എന്ന് ഷാഫി പറയുന്നു. ഒപ്പം ഈ മതം അടിസ്ഥാനമാക്കി താൻ ഒരു പ്രത്യേക മേഖലയിൽ മാത്രം വോട്ട് പിടിക്കാൻ പോവുകയല്ലായിരുന്നു, അല്ലെങ്കിൽ ഒരു പ്രത്യേക സംഘത്തിൻ്റെ കൂടെയായിരുന്നില്ല തൻ്റെ പ്രചാരണ പരിപാടികൾ ഈ 1.5 മാസത്തിലുടനീളം നടത്തിയതെന്നുമൊക്കെ ഷാഫി പറയുന്നു. എന്തായാലും തെരഞ്ഞെടുപ്പ് അവശേഷിച്ചാലും ഈ മഴ പെയ്തു തോർന്നാലും മരം പെയ്യുന്നു എന്ന രീതിയിൽ തന്നെ ഈ വടകരയിലെ പോര് തെരഞ്ഞെടുപ്പിന് ശേഷവും ഇപ്പോൾ തുടരുന്നു എന്നത് തന്നെയാണ് നമുക്ക് ഇപ്പോൾ പ്രധാനപ്പെട്ട കാര്യം. വടകരയിലെ പോര് തുടരുന്നു. ഈ തെരഞ്ഞെടുപ്പ് വിജയവുമായി ബന്ധപ്പെട്ട അവകാശവാദങ്ങൾക്ക് അപ്പുറത്തേക്ക് ഇത്തരം കാര്യങ്ങൾക്ക് കൂടി കുറച്ചുകൂടി പ്രാധാന്യം വടകരയിൽ ഉടനീളം ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് കാലത്ത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. വടകരയിലേക്ക് തന്നെ പോകണം. ഷാഫി ഇന്ന് ഉന്നയിച്ച ഈ പോളിംഗുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്, അതിലേക്ക് കൂടി വരണം. നമുക്ക് MS അനീഷ് കുമാർ തുടരുന്നുണ്ട്. അനീഷ് തുടരുക, വളരെ പെട്ടെന്ന് തിരിച്ചു വരാം ഒരു ഇടവേളയ്ക്ക് ശേഷം. വർക്കലയിലെ തെരഞ്ഞെടുപ്പ് വിവാദങ്ങളെക്കുറിച്ചാണ് MS അനീഷ് കുമാർ പറഞ്ഞുകൊണ്ടിരുന്നത്. നമുക്ക് വടകരയിലെ നമുക്ക് അതിലേക്ക് കൂടി ഒന്നുകൂടെ പോകണം. UDFിൻ്റെ സ്ഥാനാർത്ഥിയുടെ ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണമെന്ന് പറയുന്നത് UDFിന് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ വോട്ടിങ്ങിന് വേഗത കുറവുണ്ടായെന്ന ആരോപണവും ഷാഫി ഉന്നയിച്ച പശ്ചാത്തലമുണ്ട്. അത് കേരളത്തിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് അത്തരം ആക്ഷേപം പ്രതിപക്ഷ നേതാവടക്കം ഈ വിഷയത്തിൽ ഒരു വലിയ തോതിലുള്ള അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ, ഒപ്പം വോട്ടിംഗ് മെഷീനുകൾ പല സ്ഥലങ്ങളിലും തകരാറായ കാര്യമൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് ഈ ആക്ഷേപം ഉന്നയിക്കുന്നത്. വടകരയിൽ ഷാഫിയും സമാനമായ ആരോപണം ഉന്നയിച്ചു. ഷാഫിയുടെ വാക്കുകളിലേക്ക്. ഇന്നലെ രാത്രി തുണേരിയിലൊക്കെ പോകുമ്പോൾ ഏകദേശം 12 മണിക്കാണ് ഞാൻ അവിടെ എത്തുന്നത്. അപ്പോൾ അവരുടെ ലാസ്റ്റ് ആൾ വോട്ട് ചെയ്തിട്ട് 10 മിനിറ്റോ 15 മിനിറ്റോ ആയിട്ടുള്ളൂ. വോട്ട് ചെയ്യാൻ വേണ്ടി അത്രയും മണിക്കൂറുകൾ വരിയിൽ നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഇവരുണ്ടാക്കാൻ പാടില്ലായിരുന്നു. ഇത് വളരെ വലിയ പ്രയാസം വോട്ടർമാർക്ക് സൃഷ്ടിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഇതിനെ സംബന്ധിച്ച് രാവിലെ മുതൽ ഇതിൻ്റെ പേസ് വളരെ വളരെ സ്ലോ ആണെന്നും ആളുകൾക്ക് ഇത് പ്രയാസമുണ്ടാക്കുന്നു, രാവിലെ മുതൽ ബൂത്തിൽ വന്ന് നിൽക്കുന്ന ആളുകൾക്ക് ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതൊക്കെ ഞങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഇലക്ഷൻ സംവിധാനത്തിൻ്റെ എല്ലാ റാങ്ക് ആൻഡ് ഫയലിലും ഞങ്ങൾ ഈ കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് സ്പീഡപ്പ് ആക്കാനുള്ള ഒരു ശ്രമമോ അല്ലെങ്കിൽ അതിനുള്ള ഒരു ഇടപെടലോ അത്തരം ഒരു സിൻസിയറായിട്ടുള്ള അപ്രോച്ചോ പലയിടങ്ങളിലും കണ്ടില്ല എന്നുള്ളതാണ്. പക്ഷെ എനിക്ക് ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്. വടകരയിലെ ജനതയുടെ ജനാധിപത്യ ബോധം ആ പ്രയാസങ്ങളെല്ലാം അതിജീവിച്ചും അവരിൽ ഭൂരിഭാഗം പേരും വോട്ട് രേഖപ്പെടുത്തിയിട്ടാണ് പിരിഞ്ഞു പോയത് എന്നുള്ളത് ഈ ജനതയുടെ ജനാധിപത്യ ബോധത്തോട് വലിയ ആദരവ് എനിക്ക് തോന്നുകയാണ്. പിന്നെ ആർക്കെങ്കിലും വോട്ട് ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിക്കേണ്ടതാണ്. UDFിന് സ്വാധീനമുള്ള സ്ഥലങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് സംഭവിച്ചതെന്നുള്ള പരാതി UDF കേന്ദ്രങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നലെ രാത്രിയും ഇന്ന് കാലത്തൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് ഫോൺ കോളുകൾ വല്ലാതെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ പരിശോധിക്കും. അത് പരിശോധിച്ച് ഞങ്ങൾ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യും. ഒരു ഉദ്യോഗസ്ഥ തലത്തിലൊക്കെയുള്ള അട്ടിമറി സാധ്യതകൾ ഇത്തരം കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ എന്നുള്ളത് UDFിൻ്റെ ഇലക്ഷൻ കമ്മിറ്റി പരിശോധിച്ച ശേഷം അതിലൊരു ക്ലാരിറ്റി വരുത്തി പറയും. അങ്ങനെ ഒരു സാധ്യതയും ഷാഫി ആരോപിക്കുന്നുണ്ട്. ഈ UDFിൻ്റെ സ്വാധീന കേന്ദ്രങ്ങളിൽ വോട്ട് പോളിംഗ് കുറയാനുള്ള പശ്ചാത്തലം ഒരുക്കിയത് ഉദ്യോഗസ്ഥർ തന്നെയാണ് എന്ന തരത്തിലാണ് ആരോപണം. MS അനീഷ് കുമാർ തുടരുന്നുണ്ട്. അനീഷ്, ഇത് ഷാഫി വലിയ ആത്മവിശ്വാസം വിജയവുമായി ബന്ധപ്പെട്ട് പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോഴും ഈ പോളിംഗിൻ്റെ കാര്യത്തിലൊരു ആശങ്ക അത് കേരളം മുഴുവനുള്ള UDF സ്ഥാനാർത്ഥികൾക്കുണ്ട്. സമാനമായി തന്നെ വടകരയിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഷാഫിയുടെ സംശയം.
രഞ്ജിത്ത്, കഴിഞ്ഞ തവണത്തെ ഏതാണ്ട് 82% അടുത്തുള്ള, അല്ല 82-നേക്കാൾ കൂടുതൽ ശതമാനം പോളിംഗ് ആണ് കഴിഞ്ഞ തവണ രേഖപ്പെടുത്തിയെങ്കിൽ അതിനേക്കാൾ 5% പോളിംഗ് ഇത്തവണ കുറച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ സംസ്ഥാനത്തെ മറ്റിടങ്ങളിലെ ശരാശരിയേക്കാൾ നോക്കുമ്പോൾ വടകരയിൽ പോളിംഗ് അത്യാവശ്യം ഉയർന്നു തന്നെ നിൽക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. രാവിലെ മുതൽ തന്നെ കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വോട്ടിംഗ് യന്ത്രങ്ങൾ തകരാറിലാവുകയും ഉചിതമായ സമയത്ത് ഇവ മാറ്റിവെക്കാൻ സാധിക്കാതെ വരികയും ഒപ്പം പോളിംഗ് ബൂത്തിനുള്ളിൽ വോട്ട് ചെയ്യുമ്പോൾ ബീപ്പ് ശബ്ദം കേൾക്കാൻ പലപ്പോഴും 5 സെക്കൻഡോളം വൈകുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ബൂത്തിൽ ഒരാൾ വോട്ട് ചെയ്യണമെങ്കിൽ ശരാശരി ഒരു 30 സെക്കൻഡ് അല്ലെങ്കിൽ 40 സെക്കൻഡ് മുതൽ 1 മിനിറ്റ് വരെ വേണ്ടുന്ന സാഹചര്യമുണ്ടായി. അതായത് 1 മണിക്കൂറിൽ 60-70 വോട്ടുകൾ മാത്രം രേഖപ്പെടുത്താൻ കഴിയുകയും അത് മണിക്കൂറുകളിലേക്ക് നീങ്ങുമ്പോൾ അതിൻ്റെ ഇരട്ടി ആളുകൾ പോളിംഗ് ബൂത്തിൽ വോട്ട് ചെയ്യാനായി തുടരുകയും ചെയ്യുന്ന സാഹചര്യം പേരാമ്പ്രയിലും വടകരയിലും ഓർക്കാട്ടേരി അങ്ങനെ പല ഇടങ്ങളിലും 500-ലധികം പേരാണ് തെരഞ്ഞെടുപ്പിൻ്റെ നിശ്ചിത സമയം കഴിഞ്ഞപ്പോൾ ടോക്കണുകൾ വാങ്ങി വോട്ട് ചെയ്യാനായി നിലയുറപ്പിച്ചത്. അതും ഈ രീതിയിൽ താമസം വരുമ്പോൾ 11:43 ആയപ്പോഴാണ് വടകര മണ്ഡലത്തിലെ ഏറ്റവും അവസാനത്തെ വോട്ട് രേഖപ്പെടുത്തി ജില്ലയിലെ പോളിംഗ് ആകമാനം അവസാനിക്കുകയും ചെയ്തത്. അത് ഈ UDF വലിയ വോട്ടുകൾ പ്രതീക്ഷിച്ചിരുന്ന ഇടങ്ങൾ നാദാപുരം, കുറ്റ്യാടി, പേരാമ്പ്ര പോലുള്ള ഇടങ്ങളിലും ഈ ഒപ്പം LDF-നും പ്രതീക്ഷയുള്ള കൊയിലാണ്ടി പോലുള്ള ഇടങ്ങളിലുമൊക്കെ വലിയ കാലതാമസം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും UDF കേന്ദ്രങ്ങളിൽ ഇത്തരത്തിൽ വോട്ടിന് കാലതാമസം വന്നത് ഉദ്യോഗസ്ഥരുടെ മനഃപൂർവ്വമായുള്ള ഒരു വീഴ്ചയാണോ അല്ലെങ്കിൽ അവർ മനഃപൂർവ്വം വൈകിച്ചതാണോ എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ ആരോപണങ്ങളായി മുന്നോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ഇക്കാര്യം പൂർണ്ണമായി തള്ളിക്കളയുകയാണ്. കാരണം സ്വാഭാവികമായ ആളുകൾ വോട്ട് ചെയ്ത് മാറിയാൽ ശേഷം മാത്രമാണ് അടുത്തയാളെ വോട്ട് ചെയ്യാനായി വിളിക്കാൻ പറ്റുന്നത്. VVPAT-ലേക്കും മറ്റുമൊക്കെ ഈ വോട്ട് കൃത്യമായി വീഴുന്നുണ്ടോ എന്ന് പരിശോധന നടത്തിയിട്ടാണ് പലപ്പോഴും വോട്ടർമാർ ബൂത്ത് വിട്ടു പോയത് എന്നും പറയുന്നു. അതുകൊണ്ടുണ്ടായ ഒരു കാലതാമസമാണ്. മറിച്ച് യാതൊരു വിധത്തിലുമുള്ള മറ്റു കാര്യങ്ങൾ ഇതിന് പിന്നിലില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തെക്കുറിച്ച് പറയുന്നത്. പക്ഷേ ഒരു തരംഗം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും മറ്റുമൊക്കെ 80%-ലധികം പോളിംഗ് വടകരയിൽ ഉണ്ടായപ്പോൾ ഒരു തരംഗമായി കെ മുരളീധരൻ മാറുകയും വമ്പിച്ച മാർജിൻ വിജയിക്കുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു തരംഗം ഇത്തവണ ദൃശ്യമല്ല എന്നതാണ് ഈ രാഷ്ട്രീയ പാർട്ടികളെ രണ്ടുപേരെയും ആശങ്കാകുലരാക്കുന്നത്. ഒപ്പം BJP ക്യാമ്പ് ഏതാണ്ട് നിർജീവമായ നിലയിലായിരുന്നു പോളിംഗ് ദിനത്തിൽ ഉണ്ടായത്. അതുകൊണ്ട് BJPയുടെ വോട്ടുകൾ ഏത് ഭാഗത്തേക്കെങ്കിലും ഒഴുകിയിരിക്കുമോ എന്നതടക്കമുള്ള ആശങ്കകളും രണ്ട് മുന്നണികൾക്കുമുണ്ട്. എന്തായാലും മുന്നണികൾ ഇങ്ങനെ കൂട്ടിയും കിഴിച്ചുമൊക്കെ വരുന്ന ദിവസങ്ങളിലും മുന്നോട്ട് പോകും. ഓരോ മേഖലകൾ തിരിച്ച്, ഓരോ പഞ്ചായത്തുകൾ തിരിച്ച്, ഓരോ വാർഡുകളും ബൂത്തുകളും ഒക്കെ തിരിച്ചുള്ള അവലോകനത്തിൻ്റെ ദിവസങ്ങളാണ് വരുന്നത്. എന്തായാലും മൊത്തത്തിൽ പോളിംഗ് കുറഞ്ഞത് UDF-ന് തന്നെ ഒരു ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. വടകരയിലും മറിച്ചല്ല അഭിപ്രായം. എന്താണ് ഈ വോട്ട് കുറഞ്ഞതിലെ സൂചന, അല്ലെങ്കിൽ ഈ വോട്ട് കുറഞ്ഞതുകൊണ്ട് എന്ത് പ്രശ്നങ്ങളാണ് സംഭവിക്കാൻ പോവുക എന്നത് സംബന്ധിച്ച് ആശങ്കയുണ്ട്. പക്ഷേ വടകരയിൽ ഒരു തരത്തിലുമുള്ള ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല. താൻ വിജയിക്കുക തന്നെ ചെയ്യും. വടകരയിലേക്ക് താൻ പാലക്കാട്ട് നിന്ന് താമസം മാറ്റേണ്ട ഒരവസ്ഥ വരും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഷാഫി പറമ്പിൽ ആത്മവിശ്വാസത്തിലാണ്. പക്ഷേ അപ്പോഴും പോളിംഗ് കുറഞ്ഞത് ആശങ്കയാകുന്നുണ്ട് UDF കേന്ദ്രങ്ങൾക്ക്. മിക്ക UDF ശക്തി കേന്ദ്രങ്ങളിലും അത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഷാഫി പറമ്പിലിൻ്റെ ആക്ഷേപം. നമുക്ക് സ്പോട്ട് ലൈവിൽ മറ്റൊരു വാർത്തയിലേക്ക് പോകണം. അത് താമരശ്ശേരി, കോഴിക്കോട് താമരശ്ശേരിയിൽ നിന്നാണ്. കോഴിക്കോട് താമരശ്ശേരി കട്ടിപ്പാറയിൽ നിന്ന് കാണാതായ 15-കാരിയെയും സുഹൃത്തിനെയും ഇതിലേക്ക് പോകണം. കൊല്ലം പത്തനാപുരത്ത് KSCB ജീവനക്കാരൻ തൂങ്ങി മരിച്ച നിലയിൽ. പത്തനാപുരം വിളക്കുടി സെക്ഷൻ ഓഫീസിലെ ലൈൻമാൻ രഘുവിനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊല്ലം അഞ്ചാലമൂട് സ്വദേശിയാണ് രഘു. നാളെ പെൻഷൻ ആകാനിരിക്കെയാണ് മരണം. സംഭവത്തിൽ കുന്നിക്കോട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മനോജ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. മനോജ്, നാളെ റിട്ടയർ ചെയ്യാനിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. എന്താണ് ഇതിൽ പോലീസിന്റെ പ്രാഥമിക നിഗമനം? രഞ്ജിത്ത്, കൂട്ടുകാരെ ഉൾപ്പെടെ സഹപ്രവർത്തകരെ ഉൾപ്പെടെ വളരെ വിഷമത്തിലാക്കിയ ഒരു സംഭവമാണ് ഇന്ന് KSCB-യുടെ വിളക്കുടി സെക്ഷൻ ഓഫീസിലുണ്ടായത്. പുലർച്ചെ 5 മണിക്കാണ് രഘുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ സഹപ്രവർത്തകരോടൊപ്പം ജോലിയിലുണ്ടായിരുന്നു. 2 മണിക്കും ലൈനിലെ ഒരു അറ്റകുറ്റപ്പണി ശരിയാക്കിയതിനു ശേഷം ഇവർ ഓഫീസിലെത്തിയിരുന്നു. സഹപ്രവർത്തകര് ഉറങ്ങാൻ കിടന്ന സമയത്താകാം രഘു ഇത്തരത്തിൽ ഒരു ആത്മഹത്യക്ക് ശ്രമിച്ചത് എന്നാണ് സഹപ്രവർത്തകർ പറയുന്നത്. നാളെ സർവീസിൽ നിന്നും വിരമിക്കാൻ ഇരിക്കുകയാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത്. ആത്മഹത്യയെ പ്രേരിപ്പിച്ച ഘടകം എന്താണെന്ന് വ്യക്തമല്ലെങ്കിലും സഹപ്രവർത്തകരിൽ നിന്നും നമുക്കറിയാൻ സാധിച്ചത്
അദ്ദേഹം കുടുംബവുമായിട്ട് അത്ര സ്വരച്ചേർച്ചയിലല്ലായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൊല്ലം അഞ്ചാലുമൂട് സ്വദേശിയാണ് രഘു. 1 വർഷമാകുന്നു രഘു വിളക്കുടി ഓഫീസിൽ ജീവനക്കാരനായി എത്തിയിട്ട്. മുൻപ് 5 വർഷവും ഇതേ ഓഫീസിൽ ഇദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. സഹപ്രവർത്തകരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ഏറ്റവും നല്ല ഒരു ജോലിക്കാരനായിരുന്നു എന്നാണ് പ്രദേശവാസികൾ എന്ന് പറയാൻ കഴിയും. ഏത് KCB സംബന്ധമായിട്ടുള്ള ഏതൊരു കംപ്ലൈന്റ് എപ്പോൾ വിളിച്ചാലും രഘു ഡ്യൂട്ടിയിലുണ്ടെങ്കിൽ ആ സമയത്ത് അത് പരിഹരിച്ചു നൽകിയിരുന്നു. അത്ര ഉത്തരവാദിത്തമുള്ള ഒരു ജീവനക്കാരനായിരുന്നു എന്നാണ് സഹപ്രവർത്തകരിൽ നിന്നും നാട്ടുകാരിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. വളരെ പെട്ടെന്നുണ്ടായ ഒരു ചിന്തയിൽ നിന്നാകാം ഒരു ആത്മഹത്യയിലേക്ക് പോയത് എന്നാണ് കൂടെ ഉണ്ടായിരുന്നവരിൽ നിന്ന് നമുക്ക് പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. കാരണം കഴിഞ്ഞ ദിവസം രാത്രി പുലർച്ചെ 2 മണി വരെ ഇവർ ഒരുമിച്ചുണ്ടായിരുന്നു. 2 മണിക്കും ഒരു തകരാറ് പരിഹരിച്ചതിന് ശേഷമാണ് ഇവർ ഓഫീസിൽ എത്തിയത്. എന്തായാലും വളരെ വേദനാജനകമായ ഒരു സംഭവമാണ്. കുന്നിക്കോട് പോലീസ് സംഭവവുമായി ബന്ധപ്പെട്ട് സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി അന്വേഷണം ആരംഭിച്ചു. പോലീസ് നൽകുന്ന പ്രാഥമിക നിഗമനമനുസരിച്ച് ആത്മഹത്യ എന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇടത് കൈയിലെ നരമ്പ് മുറിച്ചിട്ടുണ്ട്. രഘുവിനെ തൂങ്ങി നിന്ന കെട്ടിടത്തിന്റെ 2ാം നിലയിലേക്ക് കയറിപ്പോകുന്ന പടിയുടെ കമ്പിയിൽ കയറി കെട്ടി താഴേക്ക് ചാടിയ നിലയിലാണ് തൂങ്ങി നിന്നത്. ഇവിടെ എത്തുന്നതിനും ഒരു 50 മീറ്റർ മുമ്പ് പുറകുവശത്ത് വെച്ചിട്ട് കൈയുടെ നരമ്പ് മുറിച്ചിട്ടുണ്ട്. അവിടെ നിന്നും നടന്നു വരുന്ന വഴിക്ക് രക്തത്തുള്ളികൾ വീണ പാടുകൾ കാണാം. അതിനുശേഷം ഈ പടി വഴി മുകളിൽ കയറ് കിട്ടുകയാണ്. അവിടെ എല്ലാ രക്തത്തുള്ളികൾ കിടപ്പുണ്ട്. പ്രാഥമികമായ പോലീസിന്റെ ഒരു നിഗമനത്തിൽ ആത്മഹത്യ തന്നെ എന്നാണ് പറയുന്നത്. സംശയിക്കേണ്ട സാഹചര്യം ഇല്ല എന്നാണ് പറയുന്നത്. എന്തായാലും രഘുവിന്റെ ബന്ധുക്കൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനാക്കി മാറ്റിയിട്ടുണ്ട്. ഈ രഘുവിന്റെ കുടുംബ പ്രശ്നങ്ങളാണ് ഈ ഇത്തരത്തിലൊരു ആത്മഹത്യയിലേക്ക് ഇദ്ദേഹം നയിച്ചതെന്ന് തന്നെയാണ് പോലീസിന്റെ നിഗമനം. ഇതിന് കുടുംബ പശ്ചാത്തലമൊക്കെ എന്താണ്? ഈ കുടുംബവുമായി പിണങ്ങിയായിരുന്നോ ജീവിച്ചിരുന്നത്? അതിൽ മാനസിക വിഷമമൊക്കെ ഉണ്ടായിരുന്നുവെന്ന് സുഹൃത്തുക്കൾ പങ്കുവെക്കുന്നുണ്ടോ കാര്യങ്ങൾ? കുടുംബവുമായിട്ട് അകന്നു നിൽക്കുകയായിരുന്നു എന്നുള്ളൊരു. പക്ഷെ എന്നാലും കുടുംബത്തിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അദ്ദേഹം ചെയ്യുന്നു. 2 മക്കൾ എന്നാണ് ജീവനക്കാരിൽ നിന്ന് മനസ്സിലായത്. 2 മക്കളുണ്ടെന്ന് അവർക്കുള്ള ചിലവും മറ്റു കാര്യങ്ങളും എല്ലാം അദ്ദേഹം തന്നെയാണ് നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ എന്തായാലും കുടുംബവുമായി അകന്ന് ഒരു ബന്ധുവീട്ടിലായിരുന്നു താമസം എന്നാണ് എനിക്ക് ഈ സുഹൃത്തുക്കളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ നാളെ റിട്ടയർഡ് ആവുകയാണെങ്കിൽ പിന്നെ താൻ എങ്ങോട്ട് പോകും എന്നുള്ള ഒരു ചിന്ത അദ്ദേഹത്തെ അലട്ടിയിരുന്നതായും സുഹൃത്തുക്കൾ പറയുന്നത്. സുഹൃത്തുക്കളുമായിട്ട് പങ്കുവച്ചില്ലെങ്കിലും കഴിഞ്ഞ ഒരു 4-5 ദിവസമായിട്ട് വളരെ മൂടിയായ ഒരു അവസ്ഥയിലായിരുന്നു ഇദ്ദേഹത്തെ കണ്ടിരുന്നതെന്ന് പറയുന്നു. എന്നാലും വളരെ ആക്റ്റീവായിരുന്നു, ജോലിയിൽ വളരെ ആക്റ്റീവായിരുന്നു എന്നും സുഹൃത്തുക്കൾ പങ്കുവെക്കുന്നുണ്ട്. ഒപ്പം ഈ എന്തെങ്കിലും ഫോൺ കോളുകൾ വരികയോ ഏതെങ്കിലും സംസാരങ്ങൾ ഉണ്ടാവുകയോ അത്തരം എന്തെങ്കിലും കാര്യങ്ങൾ ഇദ്ദേഹത്തെ ആ തരത്തിൽ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ സംഭവിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ഈ ആത്മഹത്യക്ക് കാരണമായി അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും പറയുന്നുണ്ടോ? അല്ല, അത്തരം രാത്രി 2 മണി വരെ സുഹൃത്തുക്കൾക്കൊപ്പം ഇദ്ദേഹം ഉണ്ടായിരുന്നു. ഒരു തകരാറ് പരിഹരിച്ചിട്ട് വരുന്നോടം വരെ കുഴപ്പങ്ങളൊന്നും ഉണ്ട്. അതിനുശേഷം മറ്റു എന്തെങ്കിലും വന്നിട്ടുണ്ടോ? സുഹൃത്തുക്കൾ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ ഉറങ്ങുന്ന സമയത്താണ് ഈ കൃത്യം ഇദ്ദേഹം നടത്തിയത്. അപ്പം ഇദ്ദേഹത്തിന് കൂടുതൽ കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഫോണും മറ്റു കാര്യങ്ങളും ഒക്കെ കുന്നിക്കോട് പോലീസ് പരിശോധിക്കുന്നുണ്ട്. പ്രകോപനപരമായ രീതിയിൽ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടോ എന്നുള്ള വിശദമായി പരിശോധിക്കുന്നു. എന്തായാലും ഇദ്ദേഹത്തിന്റെ മകൻ സ്ഥലത്തെത്തിയിട്ടുണ്ട്. മകനുമായി പോലീസുമായിട്ട് ആശയവിനിമയം നടത്തിയതിനു ശേഷമാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിലേക്ക് കൊണ്ടുപോയത്. ദുരൂഹത എന്ന നിലയിലേക്ക് ഒരു ആരോപണം എത്തിയിട്ടില്ല. എന്നാലും പോലീസ് ആത്മഹത്യയിലേക്ക് നയിക്കാനുണ്ടായ സാഹചര്യം എന്താണെന്ന് വിശദമായി പരിശോധിക്കുന്നുണ്ട്. ശരി, മനോജാണ് വിവരങ്ങൾ പങ്കുവച്ചത്. തിരുവനന്തപുരം വർക്കലയിലേക്ക് ഒന്നുപോകണം. വർക്കലയിൽ യുവാവ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ. വർക്കല ചിലക്കല്ലൂർ സ്വദേശി എസ് ഉണ്ണികൃഷ്ണനാണ് മരിച്ചത്. മൃതദേഹത്തിന് 3 ദിവസം പഴക്കം തോന്നിക്കും. അടച്ചിട്ടിരുന്ന വീട്ടിനുള്ളിൽ നിന്ന് ദുർഗന്ധം വമിച്ചതോടെ അയൽവാസികൾ പോലീസിൽ അറിയിക്കുകയായിരുന്നു. ഭാര്യയും മക്കളും ഭാര്യയുടെ വീട്ടിലായതിനാൽ 2 മാസമായി ഉണ്ണികൃഷ്ണൻ ഒറ്റയ്ക്കായിരുന്നു താമസം. പോലീസും ഫോറൻസിക് സംഘവും വീട്ടിൽ പരിശോധന നടത്തി. അഭിലാഷ് വിവരങ്ങൾ പങ്കുവെക്കും. അഭിലാഷ്, ഇത് ആത്മഹത്യ എന്ന തരത്തിൽ തന്നെയാണോ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്, അതോ മറ്റെന്തെങ്കിലും ദുരൂഹത സംശയിക്കുന്നുണ്ടോ? രഞ്ജിത്ത്, ഈ സംഭവത്തിൽ ദുരൂഹത ഉള്ളതായി ഒന്നും തന്നെ പോലീസ് പറയുന്നില്ല. എന്നാൽ ആത്മഹത്യയാണെങ്കിൽ തന്നെ അതിനുള്ള കാരണം എന്താണ് എന്ന രീതിയിലുള്ള അന്വേഷണമാണ് പോലീസ് ഇപ്പോൾ നടത്തുന്നത്. ഉണ്ണികൃഷ്ണൻ കഴിഞ്ഞ 2 മാസമായി വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു താമസം. വെൽഡിംഗ് തൊഴിലാളിയായിരുന്നു ഇയാൾ.
വീടിനുള്ളിൽ നിന്നും ശക്തമായ ദുർഗന്ധം ഉണ്ടായതിനെ തുടർന്നാണ് പരിസരവാസികൾക്ക് സംശയം തോന്നുകയും ഇവർ പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തത്. പോലീസ് എത്തിയാണ് ഈ വീട് തുറന്നു നോക്കിയത്. അപ്പോൾ വീടിനകത്ത് നിന്നും പൂട്ടിയ നിലയിലായിരുന്നു വീട്. ആ വീടിനുള്ളിൽ തന്നെയാണ് മൃതദേഹം കണ്ടെത്തിയതും. അവിടെ തന്നെ ദുരൂഹത ഒന്നും തന്നെ ഇത്തരം രീതിയിൽ ഉള്ളതായി പോലീസ് പറയുന്നതുമില്ല. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി മറ്റുള്ള നടപടിക്രമങ്ങൾക്ക് ശേഷം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇയാളുടെ കുടുംബ പശ്ചാത്തലമൊക്കെ എന്താണ്? ഭാര്യയും മക്കളും വീട്ടിലായിരുന്നു, അവരുടെ വീട്ടിലായിരുന്നു എന്ന് മനസ്സിലാകുന്നു. ഒറ്റയ്ക്ക് താമസം എന്ന് പറയുമ്പോൾ കുടുംബ പ്രശ്നങ്ങൾ വല്ലതും മറ്റെന്തെങ്കിലും സംഭവം ആത്മഹത്യയാണെങ്കിൽ അതിനെ പ്രേരിപ്പിച്ചിട്ടുണ്ടോ അഭിലാഷ്? അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെ പോലീസ് പറയുന്നില്ല. എന്നാൽ 2 മാസമായി ഭാര്യ ധന്യ വീട്ടിലായിരുന്നു, ഭാര്യയുടെ വീട്ടിൽ തന്നെയായിരുന്നു. ഈ സമയം രഞ്ജിത്ത് മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഇവർ കുടുംബസമേതം ഭാര്യയും 2 മക്കളും രഞ്ജിത്തുമാണ് ആ വീട്ടിൽ താമസിച്ചിരുന്നത്. ഇതിനിടയിലാണ് ഭാര്യ 2 മാസം മുന്നേ വീട്ടിലേക്ക് പോയത്. അതിനുശേഷം ആ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു എന്നുള്ള കാര്യം മാത്രമാണ് പോലീസ് പറയുന്നത്. പരിസരവാസികൾക്ക് ഇതിൽ കൂടുതലായും തന്നെ ഇവർ തമ്മിൽ ഉള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ബന്ധുക്കളും ഇത്തരത്തിൽ പരാതിയോ ആരോപണങ്ങളോ ഒന്നും ഇതുവരെയും പോലീസിനോട് അതുമായി സമീപിച്ചിട്ടില്ല. ഈ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ആൾക്ക് മറ്റെന്തെങ്കിലും ജോലി ഉണ്ടായിരുന്നോ? ഇയാൾക്ക് മറ്റെന്തെങ്കിലും തരത്തിൽ സംശയിക്കത്തക്ക തരത്തിൽ കാര്യങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടോ? ഇങ്ങനെ വീട്ടിലൊറ്റയ്ക്ക് താമസിക്കുന്ന ഒരാൾ മറ്റുള്ളവരൊക്കെ അങ്ങോട്ടേക്ക് എത്തിയിരുന്നില്ല, 3 ദിവസമായി മരിച്ചിട്ട് 3 ദിവസമായി എന്നൊക്കെ പറയുമ്പോൾ മറ്റു തരത്തിൽ അയൽവാസികളുമായി ഒന്നും ബന്ധമില്ലാത്ത തരത്തിലുള്ള കാര്യങ്ങളായിരുന്നോ? എങ്ങനെയാണ് പോലീസ് അത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ പങ്കുവെക്കുന്നുണ്ടോ അഭിലാഷ്? മരിച്ച ഉണ്ണികൃഷ്ണൻ വെൽഡിംഗ് തൊഴിലാളിയായിരുന്നു. അപ്പം വെൽഡിംഗ് ജോലിയുമായി ബന്ധപ്പെട്ട് തന്നെ മിക്കവാറും ദിവസങ്ങളോളം വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെല്ലാം തന്നെ ഈ ജോലിയുമായി ബന്ധപ്പെട്ട് പോയതായിരിക്കും എന്ന രീതിയിലാണ് കരുതിയത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ആർക്കും സംശയം തോന്നിയിരുന്നതുമില്ല. ഇന്നലെ ഈ മൃതദേഹം കണ്ടെത്തിയപ്പോഴാണ് ബന്ധുക്കൾ ഈ പലരും അറിയുന്നത് രഞ്ജിത്ത് ഉണ്ണികൃഷ്ണൻ വീട്ടിലുണ്ടായിരുന്നു എന്നുള്ള വിവരം തന്നെ അറിയുന്നത് ആ സമയത്താണ്. അപ്പം അതിൽ മറ്റ് ദുരൂഹതകളൊന്നും തന്നെ പോലീസും ഉന്നയിക്കുന്നില്ല. അഭിലാഷാണ് ആറ്റിങ്ങിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. തിരുവനന്തപുരം വർക്കലയിലാണ് യുവാവ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ചിലക്കല്ലൂർ സ്വദേശി ഉണ്ണികൃഷ്ണനാണ്. മരണത്തിൽ ദുരൂഹ സംശയിക്കുന്നില്ല, ആത്മഹത്യ എന്ന് തന്നെയാണ് നിഗമനം. ഒപ്പം കൊല്ലം അഞ്ചാലുമൂടിൽ ദാരുണമായ ഒരു സംഭവം ഉണ്ടായത്. നാളെ റിട്ടയർ ചെയ്യാനിരിക്കുന്ന KSCB ജീവനക്കാരൻ തൂങ്ങി മരിച്ചതാണ്. കുടുംബ പ്രശ്നങ്ങളാണ് മരണകാരണം എന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം വടകരയിലെ ഇതുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഒപ്പം കോഴിക്കോട് താമരശ്ശേരിയിൽ കട്ടിപ്പാറയിൽ നിന്ന് കാണാതായ 15-കാരിയുടെയും സുഹൃത്തിൻ്റെയും ആത്മഹത്യ, ഇതടക്കം 4 വിഷയമാണ് ഇന്ന് സ്പോട്ട് ലൈവിൽ പ്രധാനമായും കഴിഞ്ഞ 1 മണിക്കൂറായി നമ്മൾ വിശദമായി എടുത്തത് എന്നുള്ളതാണ്. സ്പോട്ട് ലൈവ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.